ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റിയ ഒരു സ്പ്രിംഗ് ബാങ്കിൾ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് മേക്ക് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പേൾ ബീഡാണ്. 2 സൈസിലുള്ള ബീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ സ്പ്രിങ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സ്പ്രിങ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ വാങ്ങൽ, എന്നിട്ട് ഇതിൽ നിന്ന് ആവശ്യത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എത്ര വലിപ്പം വേണ്ടത് ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു വളയുടെ അളവും അതിനെക്കാട്ടി ഇത്തിരി കൂടുതലും മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതലായിട്ട് ഇങ്ങനെ ചുറ്റ് ആവശ്യമില്ലാത്തൊരു വളയാണ്. നമ്മൾ എൻഡിൽ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട് പ്ലെയർ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ആദ്യം ഇട്ട് കൊടുത്തത് വലിയൊരു ബീഡാണ്. ശേഷം ചെറിയ ബീഡ്സ് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യാം. ഈ ബീഡ്സ് പല നിറത്തിലുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ വൈറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പല ബീഡ്സ് മിക്സ് ചെയ്ത് ഇടയിൽ വേറെ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. അതുപോലെ ബീഡ്സ് ക്യാപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അവസാനം നമ്മളൊരു വലിയ ബീഡ് തന്നെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്, ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഈ പ്ലെയർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക. ഇത് നല്ല സ്പ്രിങ് നല്ല സ്ട്രോങ് ആണ്. ഈ ഒരു ഭാഗം നമ്മൾ ചെയ്യുന്നത് അധികം ടൈറ്റ് ആക്കുന്നില്ല. ഇതിൽ ചെറിയൊരു ഹാങ്ങിങ് പോലെ കൂടി വെക്കാനുള്ളത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലാണ് ടൈറ്റ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്യാനൊക്കെ നല്ല കട്ടിയുള്ള പ്ലെയർ തന്നെ ഉപയോഗിക്കുക. നല്ല മൂർച്ചയുള്ളതൊക്കെ. സ്പ്രിങ് നല്ല തിന്നാണെങ്കിലും നല്ല സ്ട്രോങ് സാധനമാണ്. ഇനി നമ്മളൊരു ഐപ്പിൻ എടുത്തിട്ടുണ്ട്, ചെറിയൊരു ചെയിനും എടുത്തിട്ടുണ്ട്. വലിയ ബീഡ് തന്നെ ഐപ്പിന്നിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഐപ്പിന് കുറച്ച് നീളമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ചെയിൻ ഒന്ന് ഇതിമേലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ചെയിൻ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. നല്ലപോലെ ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഹോളിലൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വളയിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹാങ്ങിങ് 2 സൈഡിലും നമുക്ക് വേണമെങ്കിൽ വെക്കാൻ പറ്റും. വളയുടെ അവസാനം 2 സൈഡിലും വെക്കാം. ഞാൻ ഒരു സൈഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞു അധികം ടൈറ്റ് ചെയ്യാത്തൊരു ഭാഗം ഉണ്ടായിരുന്നു. ആ ഭാഗത്തിലൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. വളരെ എളുപ്പത്തിൽ മേക്ക് ചെയ്യാൻ പറ്റും. 2 മിനിറ്റൊക്കെ മതിയാവും ഈ ഒരു ബാങ്കിൾ ഉണ്ടാക്കാൻ. നല്ല ഭംഗിയാണ്. നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ അവരുടെ ഡ്രസ്സിനൊക്കെ മാച്ചായ നല്ല നല്ല വളകൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ സെയിലിന് വേണ്ടിയുള്ളവരാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഒരു കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ ഇതുപോലെ പല ഐറ്റംസാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക. പല ബീഡ്സ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്